ഇനി ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം അല്ലേ, അത് പല രീതിയിൽ നടക്കുന്നുണ്ട്. പോലീസും ഒക്കെ ആവത് ശ്രമിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ലഹരി മാഫിയയൊക്കെ ഒന്ന് പിടിച്ചു കെട്ടാൻ വേണ്ടി. അതിൻ്റെ ആ സന്ദേശവുമായി വളരെ വ്യത്യസ്തമായ ഒരു രീതിയിൽ പോലീസ് സന്ദേശം എത്തിക്കുകയാണ്. സത്യത്തിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന മറ്റൊരു കാര്യമാണ്. കാണാം. എണ്ണയഴകിൽ നെഞ്ചുവിരിച്ച് അവർ തെരുവിൽ ഒത്തുകൂടി. പിന്നെ മെഡൽ നേടാനുള്ള ആവേശ പോരാട്ടം. പോലീസ് ഉദ്യോഗസ്ഥർ വാശിയോടെ മത്സരിച്ചു. കണ്ടുനിന്ന പ്രേക്ഷകർക്ക് അത്ഭുതവും ആകാംക്ഷയും. കാക്കിയിട്ട് നമുക്ക് മുന്നിൽ ക്രമസമാധാന പാലനം നടത്തുന്ന പോലീസുകാർ തന്നെയാണോ ഇവർ എന്നതായി സംശയം. എന്തായാലും പോലീസുകാരുടെ ശാരീരിക മികവും ക്ഷമതയും കണ്ട് ഏവരും കൈയടിച്ചു. ആരോഗ്യം ഏറ്റവും പ്രധാനം എന്ന മുദ്രാവാക്യം ഉയർത്തുന്നതിനൊപ്പം ലഹരിക്കെതിരെയുള്ള സന്ദേശം കൈമാറുന്നതുകൂടിയായി മത്സരം. കണ്ണൂർ സിറ്റി ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിലെ പോലീസുകാരനായ രതീഷ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. ആരോഗ്യമാണ് ഏറ്റവും പ്രാധാന്യം എന്നുള്ള ഒരു മുദ്രാവാക്യം, അതിലൂടെ തന്നെ സേ നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന മറ്റൊരു മുദ്രാവാക്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പൊതുജനങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറുമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. ലഹരി ഉപയോഗത്തിന് എങ്ങനെ ചെറുക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു സന്ദേശം കൂടി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ക്വീൻസ് വാക്യയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ജനങ്ങൾ കൊച്ചി സിറ്റിയിൽ വന്നു പോകുന്ന. രാഗിനുണ്ട് നമുക്കിപ്പോൾ കൊച്ചി. രാഗിനെ, ഇത്രയധികം മഫിലളിയന്മാർ അല്ലേ കേരള പോലീസിലുണ്ട് എന്നത് രസകരമായ കാര്യമാണ്. നമ്മൾ ചിലരെയൊക്കെ നേരത്തെ പല വാർത്തകളിലൊക്കെ പരിചയപ്പെട്ടുള്ളതാണ്. എന്തായാലും ഈ ലഹരി അത് എത്രത്തോളം നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു, ഇത്തരം ഈ ഒരു ക്രൈസൊക്കെ ഉണ്ടായാൽ ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കാൻ നമുക്ക് കഴിയുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും എത്ര പേർ അണിനിരുന്നു, ഇത് പോലീസുകാർക്ക് തന്നെ ഒരു പ്രചോദനമല്ലേ, കുടവയർ ഉണ്ടാകരുത് എന്നത് കൂടി. ദിവിഷ, തീർച്ചയായും. കാരണം നമ്മൾ പോലീസിങ്ങിൽ താല്പര്യമുള്ള അല്ലെങ്കിൽ പോലീസിങ് നടത്തുന്ന പോലീസുകാർക്കൊപ്പം പലതരത്തിലുള്ള മറ്റ് ആക്ടിവിറ്റീസിൽ താല്പര്യമുള്ളവരെ കണ്ടിട്ടുണ്ട്. പാടുന്ന പോലീസുകാരെ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത് ഒരു പോലീസുകാരൻ സിനിമയ്ക്ക് തിരക്കഥ എഴുതി, അതോടൊപ്പം അങ്ങനെ മറ്റു പല കഴിവുള്ളവരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വിഭാഗമാണിപ്പോൾ നമ്മളിപ്പോൾ കണ്ടത്. ഒരു ശരീര സൗന്ദര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർ, ഫിറ്റ്നസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർ. അത് പോലീസുകാർക്ക് തന്നെ പ്രചോദനമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ജനങ്ങൾക്കടക്കം വലിയ കൗതുകവും ഒക്കെയായി ഈ ഒരു കാഴ്ച. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം, പോലീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ അടുത്തൊക്കെ വന്ന വാർത്ത അല്പം ആശങ്കയുണ്ടാക്കുന്നതായിരുന്നു. കാരണം അവർക്ക് പോലീസിലെ തൊഴിലിലെ സമ്മർദ്ദം അത് വലിയ പ്രശ്നമായിരുന്നു. മാത്രമല്ല ആത്മഹത്യാ പ്രവണതകൾ കൂടുന്നു. അത് നിയമസഭയിലടക്കം, നമ്മളടക്കം, മാതൃഭൂമി ന്യൂസ് അടക്കം വാർത്ത നൽകിയിരുന്നു. നിയമസഭയിലടക്കമൊക്കെ ചർച്ചയായി. അപ്പോൾ ഈ ഘട്ടത്തിൽ ഈ തൊഴിലിനൊപ്പം തന്നെ ഇത്തരം ചില ആക്ടിവിറ്റീസുകൾ കൂടി ഉണ്ടാകുന്നത് അവരുടെ ഏറ്റവും വലിയ വികാസത്തിലേക്ക് വഴിതെളിക്കും, അല്ലെങ്കിൽ വഴി മുന്നോട്ട് നയിക്കും എന്നതാണ് കണ്ടെത്തലായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം പല ആക്ടിവിറ്റീസുകൾ അവർക്ക് ഉണ്ടാകട്ടെ. തൊഴിലിനിടയിലും ഇത്തരം സമ്മർദ്ദങ്ങൾക്കൊക്കെ ഇടയിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കാനുള്ളത്. അതോടൊപ്പം തന്നെയാണ് ഈ ലഹരിക്കെതിരെയുള്ള ഒരു സന്ദേശം. ഇത് സൂചിപ്പിച്ചതാണ്, ഈ ശരീരത്തിനും അല്ലെങ്കിൽ അതേപോലെ ഫിറ്റ്നസ്സിനൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകി അത്തരത്തിൽ കാര്യങ്ങൾ ആരോഗ്യപ്രദമായ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ ഈ മറ്റ് എല്ലാ പ്രവണതകൾക്കും എതിരെ എന്ന ഒരു സന്ദേശം അതിലൂടെ തന്നെ വരികയാണ്. അത് പോലീസുകാർക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കടക്കം സ്വീകരിക്കാൻ കഴിയുന്ന മാതൃകയാണ്, ഏവർക്കും സ്വീകരിക്കാൻ കഴിയുന്ന മാതൃകയാണ്. അത്തരമൊരു മാതൃകയാണ് കേരള പോലീസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും അത്തരം അവരുടെ പോലീസിംഗ് അത് നമുക്ക് നാടിന് നന്മയ്ക്ക് ഉതകുന്ന രീതിയിൽ വരട്ടെ. അതോടൊപ്പം തന്നെ അവരുടെ മറ്റ് കഴിവുകൾ കൂടി സർഗാത്മകമായി പ്രോത്സാഹിപ്പിക്കപ്പെടട്ടെ. അങ്ങനെ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള കഴിവുകൾ കണ്ടെത്തട്ടെ. അത് അവർക്കും ടെൻഷൻ റിലീഫിനൊക്കെ വഴിതെളിക്കും. അത് പൊതുവായുള്ള നാടിൻ്റെ മുന്നോട്ടുള്ള പുരോഗതിക്കും ഒക്കെ നല്ലതായി വരും എന്നതാണ്. ഈ മസിലുള്ള പോലീസുകാരൊക്കെ യൂണിഫോം ഇട്ട് വരുമ്പോൾ കുറച്ച് അലമ്പന്മാരൊന്നും പേടിക്കുകയും കൂടെ ചെയ്യില്ല. രണ്ട് ഇടി കിട്ടിയ പണി കിട്ടുമെന്നോ തോന്നലോ, അതും നല്ലതാണ് ഒരു കണക്കിന്. ശരി, അപ്പോൾ പോലീസുകാർക്കും സാധാരണക്കാർക്കും പ്രചോദനമാകട്ടെ ഈ 6 പാക്ക് പോലീസുകാർ. ശരി രാഘവൻ.